ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തും സൂക്ഷിച്ചും ജീവിക്കണം എന്നുണർത്തുകയാണ്. സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. ഏകദേശം അതിൻ്റെ പകുതി അടുത്തിരിക്കുന്നു. നമ്മൾ ഈ മാസത്തിൽ കഴിഞ്ഞ 11 മാസങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത പുതിയ ഒരു ജീവിത ശൈലിയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ചില അടുക്കും ചിട്ടകളുമൊക്കെ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ചിന്തകളിലും എല്ലാം തന്നെ ചില പ്രത്യേകതകളുണ്ട് റമളാൻ മാസത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതചര്യകളിൽ, ജോലിയെടുക്കുന്നിടത്ത്, ഉറങ്ങുന്നിടത്ത്, ഉണരുന്നിടത്ത് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക്. അതിനേക്കാൾ അല്പം വിപുലമാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലുള്ള മാറ്റം. ഇങ്ങനെ ജീവിതം മുച്ചൂടും നമ്മൾ തന്നെ കരുതിക്കൂട്ടി മാറ്റിയെടുത്തുള്ള ഒരു ജീവിത ശൈലിയിലാണ് റമളാനിൽ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? പടച്ചവനെ പേടിക്കാൻ വേണ്ടി. ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ റമളാനിൽ സത്യവിശ്വാസികളായ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇങ്ങനെയാണ് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിങ്ങനെ ഒരു 30 ദിവസത്തിനുള്ള ഒരു ചെറിയ ഒരിടപാടാണ് അല്ല. മറിച്ച് റമളാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതാണ് റമളാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട നിയ്യത്ത്. അതായത് നമ്മൾക്കൊരു മാറ്റമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം മുതൽ 40 ദിവസം വരെ അത് നിരന്തരമായി മുറിയാതെ നിർത്താതെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളൊരു ശൈലിയായിട്ടും ഹാബിറ്റായിട്ടുണ്ടായിരിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രം, മൈക്രോബയോളജി വരെ പറയുന്നതാണ്. റമളാൻ നമ്മോട് 30 ദിവസം ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറയും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറണം. അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം, മാറ്റണം. ആ മാറ്റം ഉണ്ടാകുമ്പോഴാണ് റമളാൻ നമുക്ക് സാക്ഷിയായി വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മളൊന്ന് വിചാരിക്കണം എന്നേ ഉള്ളൂ. ഞാൻ ഈ റമളാനിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിർത്താതെ ചെയ്യും. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിരിക്കും. അതിനി മരിക്കോളം ഞാൻ ഒഴിവാക്കൂല എന്ന് തീരുമാനിക്കലാണ് റമളാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്ത്. അത് വളരെ ചെറിയ, ഇപ്പോൾ നമ്മൾ റമളാൻ അല്ലാത്ത കാലത്ത് ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. പക്ഷേ റമളാൻ അല്ലാത്ത കാലത്ത് ചെയ്യേണ്ടതല്ലാത്ത ഒരു കാര്യം റമളാനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ജമാഅത്താണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റാണെങ്കിലും ദുആ ആണെങ്കിലും രാത്രി നമസ്കാരം, ഇതൊക്കെ റമളാൻ അല്ലാത്ത കാലത്തുണ്ട്.
പക്ഷെ അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തീരും ഇതിലെന്തെങ്കിലും ഒരു ചെറിയ കാര്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മരിക്കോളം ഈ ബുദ്ധിയുള്ളിടത്തോളം കാലം, ഈ ബോധമുള്ളിടത്തോളം കാലം ഞാനത് അനുഷ്ഠിക്കും. അതായിരിക്കണം ഇക്കൊല്ലത്തെ എൻ്റെ റമദാൻ എനിക്ക് നൽകുന്ന മാറ്റം. തീരുമാനിക്കാനുള്ള സമയം വൈകിയിട്ടില്ല. നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹ് അതിൻ്റെ കൂടെ നിൽക്കും എന്നാണ് അള്ളാഹ് എന്നെ പറയുന്നത്. അള്ളാഹ് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങളെങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അതിനൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് സൗകര്യം ചെയ്തിരുന്നതാണ്. സൂറത്തുൽ ലൈലിൽ അള്ളാഹ് പറയും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ റമദാൻ മാസത്തിൽ വൈകുന്നേരം അവിടെ നോമ്പ് പറ്റും, ക്ഷീണിച്ച് അത് കഴിഞ്ഞ് നോമ്പും തുറന്ന് ഭക്ഷണം കഴിച്ചാൽ അതിലേറെ ക്ഷീണം. എന്നിട്ട് ആ ക്ഷീണത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഒരു നീണ്ട നിസ്കാരം അത് നമ്മൾ 30 ദിവസം ചെയ്യാണ്. ആലോചിച്ച് നോക്കും. അത് ശവ്വാലായി അറിഞ്ഞാൽ പിന്നെ അടുത്ത 11 മാസം കഴിഞ്ഞിട്ട് തിരഞ്ഞാൽ മതി എന്നുള്ളതാണ് നമ്മളെ ദീന്. അതാകരുത്. നമ്മൾ രാത്രിയിലെ എഴുന്നേൽക്കുന്ന എപ്പോഴാണ്? ഇപ്പോൾ സുബഹ് ബാങ്ക് കൊടുക്കേണ്ട 1 മണിക്കൂർ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്. എല്ലാവരും നോമ്പിന് അത്താഴം കഴിക്കാനും കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഉറങ്ങുന്ന സമയം ഉണരുന്ന സമയമൊക്കെ വ്യത്യാസമുണ്ട്. ആ സമയം ഇനി ഞാൻ എന്നും ഉണരും, എന്നിട്ട് ഒരു വിത്റെങ്കിലും നിസ്കരിക്കും എന്നൊന്ന് തീരുമാനിച്ചു നോക്കൂ നമ്മൾ. അത് എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ വിട്ടുകളയില്ല. കാരണം ഇനിയിപ്പോൾ റമദാനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ റമദാൻ്റെ രാത്രി അങ്ങനെയായിരുന്നു. നബി രാത്രി പ്രാർത്ഥിക്കുക തന്നെയാണ്, എഴുന്നേറ്റിരുന്നിട്ട് നട്ടപ്പാതിരാക്കൊക്കെ. റമദാൻ്റെ അവസാനത്തെ 10 നബി വീട്ടുകാരെയും മക്കളെയൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു എന്നാണ്. അലിയുടെയും ഫാത്തിമയുടെയും വീട്ടിൽ പോയിട്ട് അല തഖൂമാൻ അല തുസല്ലിയാൻ, എഴുന്നേൽക്കില്ലേ നിസ്കരിക്കണില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി നിസ്കരിക്കുമായിരുന്നു. രാത്രിയുടെ അന്തിയാണ്. സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് വകാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങാറുണ്ടായിരുന്നു. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സഹൂറിൻ്റെ നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ആ സഹൂർ എന്ന് അതിനാൾ പറയുക. അത്താഴത്തിനോ ഇടയത്താഴത്തിനാണ് സഹൂർ അറിയുക. ആ നേരത്തെ എഴുന്നേറ്റ് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. റമദാനിൽ മാത്രമല്ല, അല്ലാത്ത കാലത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പം കാലൊക്കെ നീര് വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ചോദിക്കുന്നത്, അല്ല നബിയെ, നിങ്ങൾക്ക് അതൊക്കെ പുറത്തു വന്നിട്ടില്ല? വരാനിരിക്കുന്നതും കഴിഞ്ഞതായ തെറ്റും പാപമൊക്കെ പൊറുക്കപ്പെട്ട ആളല്ല നിങ്ങളെന്തിനാ അത്ര കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് നൽകുന്നൊരു മറുപടിയുണ്ട്. ആയിഷേ, അഫല അകൂനു അബ്ദൻ ശകൂറ, ആയിഷേ, ഞാൻ ശുക്റുള്ള നന്ദിയുള്ളൊരു മനുഷ്യനാകണ്ടേ എന്നാണ് ചോദിച്ചത്. ആരാണ് ഈ പറയുന്നത്? എന്തിന് നന്ദി ചെയ്യാൻ? ആലോചിച്ച് നോക്കൂ. 2 മാസം തുടർച്ചയായിട്ട് വീട്ടിൽ പുകയില്ലാത്ത വീടിൻ്റെ ഉടമസ്ഥൻ, പച്ചവെള്ളം ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ട് ജീവിച്ച മനുഷ്യൻ 2 മാസം തുടരെ അങ്ങനെയായിരുന്നു എന്നാണ്. ആയിഷ പിന്നെ 2 മാസം അങ്ങനെ തന്നെയാണെന്നാണ് നബിയുടെ പത്നിമാർ പറയുന്നത്. നല്ല വസ്ത്രമണിഞ്ഞിട്ടില്ലാത്ത ആകെ 2 കൂട്ടം വസ്ത്രം. ഒന്ന് വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് പോകുമ്പം പള്ളിയിലൊക്കെ സാധാരണ വരുമ്പോൾ അണിയാനൊരു വസ്ത്രം. ഒന്ന് ജുമാക്ക് വരുമ്പം പെരുന്നാളിന് വരുമ്പം നബിയെ കാണാൻ പുറത്തുനിന്ന് ആരെയും വരുമ്പോൾ സ്വീകരിക്കാൻ പോകുമ്പം അണിയുന്ന വസ്ത്രം. ഈ 2 വസ്ത്രം. വേറെ മൂന്നാമതൊരു വസ്ത്രമില്ലാത്ത മനുഷ്യൻ. സ്വന്തമായി ഒരു വാഹനമില്ലാത്ത മനുഷ്യൻ. അവസാന കാലത്ത് ആരോ കൊടുത്ത ഒരു കോവർ കഴുതയായിരുന്നു വാഹനമായിട്ടുണ്ടായിരുന്നു, വേറൊന്നുമില്ല. ഒരു വലിയ രാജ്യത്തിൻ്റെ അധിപതിയാണ് ഞാൻ. കിടക്കാൻ വേണ്ടി വിരിച്ച പായയിൽ അതിൻ്റെ മുകളിൽ ഒരു വിരിപ്പ് വിരിക്കാനില്ലാത്ത മനുഷ്യൻ.
രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ പായൻ്റെ പൊളിരിങ്ങനെ പുറത്ത് പതിഞ്ഞു കാണുകയാണ് സഹാബത്ത്. ഒരു സഹാബി ചോദിക്കുകയാണ്, നബിയെ, ഞാൻ കിസ്റയെ കണ്ടിട്ടുണ്ട്, റോമാ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പേർഷ്യൻ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ട്. അവരെക്കാളെല്ലാം വലിയ മഹത്വമുള്ള ആളാണ് താങ്കൾ. താങ്കളുടെ പുറത്തുതാ പായൻ്റെ അടയാളം കാണുന്നു, നമുക്കൊരു വിരിപ്പ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുക. നബി പറഞ്ഞു, മാലി വലി ദുനിയ, എന്താണ് എനിക്കും ഈ ദുനിയാവും തമ്മിൽ ബന്ധം? ഈ ദുനിയാവൊന്നുമല്ല. അങ്ങനെ ജീവിതത്തിൽ ഒന്നും കിട്ടാത്തൊരു മനുഷ്യൻ പറയാണ്, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരാളാകണ്ടേ ആയിഷേ എന്ന് ചോദിക്കുമ്പോൾ എത്ര വിനയത്തോടു കൂടിയാണ് ആ സംസാരം. ആലോചിച്ചു നോക്കും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആരാധനാ കർമ്മം അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ളതാണ് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രാത്രി നമസ്കാരം അല്ലാതെ ഒരു നമസ്കാരത്തെക്കുറിച്ചും ഒരു ഇബാദത്തിനെക്കുറിച്ചും നബി അത് ശുക്ർ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ രാത്രി നമസ്കാരം. ഇനി നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ എന്താണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മളെ വീട്ടിലെ സൗകര്യങ്ങളും നാട്ടിലെ സൗകര്യങ്ങളും ഒക്കെ ആലോചിച്ച് നോക്കൂ. നമുക്ക് കിട്ടിയ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഈ രാത്രി നമസ്കാരം റമദാനിൽ മാത്രം ചെയ്യേണ്ടതല്ല. ഞാൻ ഇനി റമദാൻ കഴിഞ്ഞാലും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 റക്അത്തെങ്കിലും സുബൈൻ്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഒളു കൊടുത്തിട്ട് ഞാൻ നമസ്കരിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതായിരിക്കും ഈ റമദാനിൻ്റെ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ ഓർക്കുക. ഈ റമദാനിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇനി തുടരും എന്ന് തീരുമാനിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا أرحم الراحمين وصل اللهم على خير خلقك محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.